കിട്ടിയിരിക്കുന്നു. 33 സീറ്റാണ്. മാത്രമല്ല ഇന്ത്യ മുന്നണിക്ക് അവിടെ 42 സീറ്റ് ആകെ മൊത്തം ലഭിക്കുമ്പോൾ NDAക്ക് ആകെയുള്ളത് 36 സീറ്റ് മാത്രമാണ്. 36 സീറ്റ് മാത്രമാണ് NDAക്ക് ലഭിച്ചത്. അവിടെ കൃത്യമായും UP-യിൽ NDA തിരിച്ചടി നേരിട്ടു എന്നുള്ള ഒരു 64 നിന്നാണ് ഈ നിലയിലേക്ക് പോയിരിക്കുന്നത്. SP ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയായി രാജ്യത്ത് ഉയർന്നു വരുന്നതും UP കാണിച്ചു തരികയാണ്. പ്രധാനമന്ത്രി ശശി തരൂർ 10,000 കടന്നിരിക്കുന്നു. ലീഡ് മാറി. ശശി തരൂരിന്റെ ലീഡ് 10,433. ശശി തരൂരിന്റെ ലീഡ് ഉയരുകയാണ്. 10,000-ന് മുകളിലേക്ക് ശശി തരൂർ വിജയത്തിലേക്ക് എന്ന തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് ലീഡ്. വടകരയെ ഉറപ്പിച്ച ഷാഫിയുടെ ആഹ്ലാദ പ്രകടനം നമുക്കറിയാം. കേരളം ഉറ്റുനോക്കിയ റിസൾട്ടായിരുന്നു വടകരയിലേത്. അവിടെ ഷാഫി പറമ്പിൽ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. മധുരം വിതരണം ചെയ്ത് വിജയം ആഘോഷിക്കുന്നു. കേരളം ചർച്ച ചെയ്ത കേരളത്തിൽ ഏറ്റവും വിവാദമായ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉയർന്ന മണ്ഡലം വടകരയിൽ ഷാഫി പറമ്പിൽ വടകരയുടെ സ്വന്തം ഷാഫി ആയിരിക്കുന്നു. പാലക്കാടിന്റെ ഷാഫിദ വടകരയ്ക്ക് സ്വന്തമാകുമ്പോൾ 2 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കൂടി കേരളം അടുത്തിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വിജയം, റായ്ബറേലിയിലെ വിജയം, അത് അടക്കവും ഉൾപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ 3 തെരഞ്ഞെടുപ്പുകൾ നടക്കുവാനുള്ള സാധ്യത കൂടിയാണ് മുന്നിൽ കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പ് 11,815 ശശി തരൂരിന്റെ ലീഡ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ അവസാന റൗണ്ടുകൾ 8 റൗണ്ടുകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. 11,600 അതിന്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു. ആ വടകരയിലെ ജനങ്ങളെ ഈ അനിവാര്യമായ രാഷ്ട്രീയ വിജയത്തിനു വേണ്ടി ജനാധിപത്യ മതേതര മാർഗത്തിൽ സമീപിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും RMPയുടെ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ സഹപ്രവർത്തകർക്കും ഞങ്ങൾ ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, അത് അധികം വൈകാതെ പറയാം. ശരി വിജയ, ജനങ്ങൾക്ക് കൊടുക്കുന്നു അതിന്റെ ക്രെഡിറ്റ് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. വടകരയിലെ സ്ഥാനാർത്ഥി വിജയം ഉറപ്പിച്ചിരിക്കുന്നു. വയനാട്ടിൽ നമ്മൾ നേരത്തെ നരേന്ദ്രമോദിയുടെ തീർച്ചയായും രേണുക, നമുക്ക് വയനാട്ടിലെ പ്രകടനം വിലയിരുത്തേണ്ടതുണ്ടോ? ഒപ്പം ദേശീയ തലത്തിൽ NDAക്കുണ്ടാകുന്ന കനത്ത തിരിച്ചടി ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ടോ? വളരെ പെട്ടെന്ന് തിരികെ തമിഴ്വേളയ്ക്ക് ശേഷം. സുരേഷ് ഗോപിയുടെ ജയം അത് ഐതിഹാസിക വിജയമായി BJP ചരിത്രത്തിൽ രേഖപ്പെടുത്തും. 40% വോട്ടുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു വലിയ കുതിപ്പാണ്. 12% വോട്ടുകൾ കൂടുതൽ നേടിയാണ്. നമ്മൾ ഇന്നലെ സംസാരിക്കുന്ന BJP നേതാക്കൾ പോലും ഒരു 10,000 വോട്ടിന് മുകളിലുള്ള വിജയം സുരേഷ് ഗോപിക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. അതിപ്പോൾ ഇത്ര വലിയൊരു വിജയം എന്ന് പറയുന്നത് എന്ത് അത്ഭുതമാണ് അവിടെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഡാനി പോൾ ഉണ്ട്. ഡാനി, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ? എത്ര ശതമാനം വോട്ട് നേടിയാണ് തൃശ്ശൂരിൽ താമര വിരിഞ്ഞത്? രഞ്ജിത്ത്, പലരും തന്നെയും ഈ ഒരു ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയെ എഴുതി തള്ളുന്ന ഒരു രീതിയിലേക്കായിരുന്നുവെങ്കിലും അവിശ്വസനീയമായ രീതിയിലേക്ക് ഡോക്ടർ MGR എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, മധുരപോൾ, ചെന്നൈ. ഞങ്ങൾ വളരുന്നത് നിങ്ങളുടെ കൈപിടിച്ചാണ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. വെയിലങ്ങ് കത്തുമ്പോൾ, ചൂടങ്ങ് കൂടുമ്പോൾ, ചുമ്മാ ചില്ലാകാൻ, ഉള്ളം കൂളാക്കാൻ, വാദങ്ങൾ മുറുകുമ്പോൾ, പ്രതിവാദങ്ങൾ തിമിർക്കുമ്പോൾ, ചുമ്മാ ചില്ലാകാൻ, ഉള്ളം കൂളാക്കാൻ, ഉള്ളം കൂളാക്കാൻ. Milma ice cream. Enjoy the real goodness. സുരേഷ് ഗോപിയുടെ ജയം അത് ഐതിഹാസിക വിജയമായി BJP ചരിത്രത്തിൽ രേഖപ്പെടുത്തും. 40% വോട്ടുകൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു വലിയ കുതിപ്പാണ്. 12% വോട്ടുകൾ കൂടുതൽ നേടിയാണ്. നമ്മൾ ഇന്നലെ സംസാരിക്കുന്ന BJP നേതാക്കൾ പോലും ഒരു 10,000 വോട്ടിന് മുകളിലുള്ള വിജയം സുരേഷ് ഗോപിക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നില്ല. അതിപ്പോൾ ഇത്ര വലിയൊരു വിജയം എന്ന് പറയുന്നത് എന്ത് അത്ഭുതമാണ് അവിടെ സുരേഷ് ഗോപി കാഴ്ചവെച്ചത് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം ഡാനി പോൾ ഉണ്ട്. ഡാനി, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ? എത്ര ശതമാനം വോട്ട് നേടിയാണ് തൃശ്ശൂരിൽ താമര വിരിഞ്ഞത്? രഞ്ജിത്ത്, പലരും തന്നെയും ഈ ഒരു ആദ്യഘട്ടത്തിൽ സുരേഷ് ഗോപിയെ എഴുതി തള്ളുന്ന ഒരു രീതിയിലേക്കായിരുന്നുവെങ്കിലും അവിശ്വസനീയമായ രീതിയിലേക്ക് സുരേഷ് ഗോപി മത്സരത്തിലേക്ക് തൃശ്ശൂരിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. തൃശ്ശൂരിൽ പണ്ട് പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ എടുക്കുവാണ് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഈ ടൂർണമെന്റ് തുടക്കം മുതൽ ഒടുക്കം ഈ അവസാന റൗണ്ടിലേക്ക് പോകുമ്പോൾ
ഇപ്പോൾ 65,000 ഭൂരിപക്ഷത്തിലേക്ക് കുതിക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിക്ക് കാലടറിയിട്ടില്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഒരു ഘട്ടത്തിൽ പോലും എതിരാളികൾക്ക് അതിനടുത്തേക്ക് വരാൻ പോലും കഴിയാത്ത രീതിയിൽ ബഹുദൂരം പിന്നിലാക്കി അപ്രമാദത്തിൽ തുടരുകയായിരുന്നു. തീർച്ചയായും ശക്തന്റെ മണ്ണിൽ വടക്കുന്നാഥന്റെ മുന്നിൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ഇത്തവണ ഇതാ ഒരു താമരപ്പൂ കൊണ്ടുവെക്കുന്നു സുരേഷ് ഗോപി. അത്രമേൽ BJP പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന വിജയം, കരുത്തുറ്റ വിജയം, 60,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ആധികാരികമായ വിജയമാണ് സുരേഷ് ഗോപി നേടുന്നത്. നേരത്തെ ഡാനി സൂചിപ്പിച്ചതുപോലെ വിമർശകർക്ക്, എതിരാളികൾക്ക്, സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ പെരുമഴ പെയ്യിച്ചവർക്ക് ഇതാ ഈ ജനാധിപത്യത്തിലൂടെ തന്നെ സുരേഷ് ഗോപി മറുപടി നൽകുകയാണ്. അങ്ങനെ സുരേഷ് ഗോപി ഒടുവിൽ തൃശൂർ എടുത്തിരിക്കുകയാണ്. നിശബ്ദനായി പ്രചരണം നടത്തി തൃശൂരിൽ വലിയ ഓളമായി മാറി. എത്രയോ വിമർശനങ്ങൾ സംഭവിച്ചു. ഏറ്റവും ഒടുവിൽ കേസുകളായി, പ്രശ്നങ്ങളായി. ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് സുരേഷ് ഗോപി എന്ന നടൻ ഇപ്പോൾ കേരളത്തിന്റെ നെറുകയിൽ താമര വിരിയിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ് ഗോപി ജയിച്ചു കയറുന്നു തൃശൂരിൽ. കേരളത്തിൽ BJP ചരിത്രം സൃഷ്ടിക്കുന്നു. സുരേഷ് ഗോപിയിലൂടെ BJP അക്കൗണ്ട് തുറക്കുന്നു. ഇനി പാർലമെന്റിൽ കേരളത്തിന്റെ ഐശ്വര്യമായി സുരേഷ് ഗോപി വരുന്ന നാളുകളിൽ ഉണ്ടാകും. കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി ഉണ്ടാകും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തിലേക്ക് കടക്കുകയാണ്.